ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹി സ്മരണയുടെ പാലാറിൽ നീതി തുടിക്കുന്ന സൂഫിയാക്കൾ എക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണല്ലോ വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തെ സതുപദേശ ചികിത്സ നൽകുക എന്നുള്ളത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ അവറുകളുടെ ആത്മീയ ഉപദേശം നിറഞ്ഞ ഒരു വിരുദ്ധത്തിൽ നിന്ന് നമുക്ക് അല്പം കേട്ടുനോക്കാം. തിന്മകൾ ചെയ്യുന്ന പേർകളൊക്കെയും നീ നിന്റെ ജീവിതം നാശത്തിലാക്കിയല്ലോ മനുഷ്യ. നിന്റെ വമ്പത്തെരുവും ഗർഭവുമെല്ലാം മൗത്തതോടടുക്കലാ മരണം വരെ മാത്രമായിരിക്കും എന്ന് നീ ഓർക്കണേ മനുഷ്യ. വൻപിയിൽ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിയെ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വൻപെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. താൻ ജുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലാൽ, താൻ ജുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലാൽ. താണും താണും തൗബ തമ്പുരാന് തേടി, താണും താണും തൗബ കൊണ്ട് തമ്പുരാന് തേടി. വൻപിയെ ചുമന്ന് വൻപിയെ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലാ. ചെയ്തു പോയ തിന്മയുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കറുത്തിരുണ്ട് നന്മയിലേക്കൊന്നും ചിന്തിക്കാൻ കഴിയാതെ നീ ഗാഫിലായിരിക്കുകയാണ്, നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണു കീഴ് തൗബ ചെയ്ത് മടങ്ങിക്കുവെന്ന് ഇച്ഛ നമ്മോട് ഉപദേശിക്കുകയാണ്. പൊന്നു വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ, പൊന്നു വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ. അണ്ണ തന്ന പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ, അണ്ണ തന്ന പിള്ളകൾ ഉദക്കമറ്റ മൗത്തു നാൾ. വൻപിയെ ചുമന്ന് വൻപിയെ ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലാ. വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ മാലും വലാ ബനൂൻ, അന്നേ ദിവസം എന്ത് തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കപ്പെടാത്ത ആ അന്ത്യനാളിൽ അണ്ണേ തന്ന പിള്ളകൾ അഥവാ നിന്റെ സന്താനങ്ങൾ, നിന്റെ രക്ഷിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ ആരും നിനക്ക് ഉദകം ചെയ്യുകയില്ല, ആരും നിനക്ക് ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണു കീണ് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ഇച്ഛ പറയുകയാണ്. അങ്ങനെ തൗബ ചെയ്ത് സത്യസൽബാദാവിലേക്ക് നീങ്ങുന്നവരെ കരം പിടിച്ച് കയറ്റാൻ വേണ്ടി സർവ്വസംഭവ സമാരങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ലോക സത്യ സ്വാതന്ത്ര്യ തീരമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ കുറിച്ച് ആത്മീയ അനുരാഗത്തിൽ ചാലിച്ചുകൊണ്ട് ഇച്ഛ ഇവിടെ പറയുകയാണ്. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിർ പെരുമാ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിർ പെരുമാ. സുബ്ഹാനവല്ലേ മറനീക്കി പടച്ച തടി, സർദാർ ഇമാം റഹ്മാൻ, സർദാർ ഇമാം റഹ്മാൻ. അല്ലാഹു ആകുന്ന
പരമരഹസ്യങ്ങളുടെ ഒരു രഹസ്യമാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല സുബ്ഹാനായ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ 70,000 നൂറാനിയത്തിന്റെ മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന് കാമകൗശി അഥവാ ഒരു അമ്പും വില്ലും എത്രമേൽ അടുത്ത് നിൽക്കുന്നുവോ അത്രമേൽ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. കൽബണ്ടവൻ പലതിൽ അതിബാദിശാക്ക് ധനം വാരിക്കൊടുക്കും ദർബാർ. കൽബാണ് ഒരു മനുഷ്യന്റെ എല്ലാം. അത് നന്നായാൽ എല്ലാം നന്നാവും, അത് മോശമായാൽ വിപരീത ഫലവും ലഭിക്കും. അങ്ങനെ കൽബ് എന്ന സാമ്രാജ്യത്തിൽ അതിഭാഗ്യശാലികൾക്കും രാജാക്കന്മാർക്കും ധനം നൽകുന്നത്, ധനം എന്ന് പറഞ്ഞാൽ അറിവും നെറിവും ആത്മീയതയുമാണ്. അങ്ങനെ ആ ധനം നൽകുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. കൽബണ്ടവൻ പലതിൽ അതിബാദിശാക്ക് ധനം വാരിക്കൊടുക്കും വാനം പറന്ന തടി ബഹറുൽ മുഹീത്തതിലും വാനം പറന്ന തടി ബഹറുൽ മുഹീത്തതിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ രാജ ഉലമാ. വാനം പറന്നുയർന്ന് ഹബീബായ തങ്ങൾ ബഹറുൽ മുഹീത്ത്, ഈ പ്രപഞ്ചവും ഹർഷവും എല്ലാം ഉൾക്കൊള്ളുന്ന നൂറാനിയത്തിന്റെ ബഹറും കടന്ന് ഹബീബായ തങ്ങൾ ബഹദൂർ ഉലമ, അറിവാളന്മാർക്കും എല്ലാവർക്കും രാജാവാണ്, എല്ലാവർക്കും ചക്രവർത്തിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പുണർന്നുകൊണ്ട് സ്വർഗീയ ആരാമണ്ണിലേക്ക് ഒരുമിച്ച് നീങ്ങുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയും വെച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.